സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ ജ്വല്ലറിക്കാർ എങ്ങനെയാണ് ഇത്ര ബില്ലിടുന്നത്? വിലയിൽ സംശയമുണ്ടോ? 2025 സ്വർണ്ണ വില സമാനതകളില്ലാത്ത കുതിപ്പാണ് നടത്തിയത്. 24 കാരറ്റ് സ്വർണത്തിന്റെ വില 1,00,000 രൂപ എന്ന നിരക്കിൽ വരെ തൊടുന്ന നിലയിലെത്തിയിരുന്നു. നിലവിൽ 24 കാരറ്റ് സ്വർണത്തിന്റെ വില 96,000 രൂപയ്ക്ക് മുകളിലാണ്. കേരളം ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട സ്വർണ്ണ വിപണികളിൽ ഒന്നാണ്. കേരളത്തിൽ ഇപ്പോൾ വിവാഹ സീസൺ ആയതിനാൽ സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുന്ന സമയമാണ്. വിവാഹത്തിന് ആഭരണമായാണ് എല്ലാവരും സ്വർണം വാങ്ങിക്കുന്നത്. അതിനാൽ ജ്വല്ലറികൾ സ്വർണ്ണാഭരണങ്ങളുടെ വില എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് അറിയേണ്ടത് പ്രധാനമാണ്. സ്വർണത്തിന്റെ പരിശുദ്ധി, ആഭരണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും കല്ലിന്റെ വില, പണിക്കൂലി, നികുതികള്, ഹാൾമാർക്കിംഗ് ചാർജുകൾ തുടങ്ങിയ ഘടകങ്ങൾ സ്വർണ്ണാഭരണങ്ങളുടെ അന്തിമ വിലയെ സ്വാധീനിക്കുന്നു. സ്വർണ്ണവില ആഗോള ഘടകങ്ങൾക്ക് വിധേയമാണ്. അവയുടെ ചലനത്തിനനുസരിച്ച് ചാഞ്ചാടാനും സാധ്യതയുണ്ട്. സ്വർണ്ണാഭരണങ്ങളുടെ മൊത്തം വില കണക്കാക്കുന്നതിൽ നിരവധി പ്രധാന ഘടകങ്ങൾ ഉൾപ്പെടുന്നു. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. പണിക്കൂലി. ആഭരണങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനുമുള്ള ചെലവാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇത് ആഭരണങ്ങളുടെ ഡിസൈനുകളുടെ സങ്കീർണത അനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. ഈ നിരക്കുകൾ സ്വർണ്ണവിലയുടെ ഒരു നിശ്ചിത ശതമാനമായോ അല്ലെങ്കിൽ ഒരു ഏകീകൃത നിരക്കായോ ഈടാക്കുന്നു. GST. മറ്റ് നികുതികൾ. അന്തിമ വിലയിൽ സ്വർണവും നിർമ്മാണ ചാർജുകളും 3% GST ആയി കണക്കാക്കുന്നത്. അത് ബില്ലിന്റെ അവസാനം ചേർക്കുന്നു. 24 കാരറ്റ് സ്വർണത്തിന്റെ വില 10 ഗ്രാമിന് 96,500 രൂപയാണെന്ന് കരുതുക. 22 കാരറ്റ് സ്വർണത്തിന്റെ വില 96,500 രൂപയിൽ 91.6% ആയിരിക്കും. അതായത് 10 ഗ്രാമിന് 88,394 രൂപ. 8.9 ഗ്രാം ഭാരമുള്ള ഒരു സ്വർണമാല വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക. ഇതിന്റെ വില 78,670.66 രൂപയായിരിക്കും. 8,839.40 രൂപയെ 8.9 ഗ്രാം കൊണ്ട് ഗുണിക്കുക. ജ്വല്ലറി ഒരു ഗ്രാമിന് 499 രൂപ പണിക്കൂലിയായി ഈടാക്കുന്നു. ഈ സാഹചര്യത്തിൽ പണിക്കൂലി 4,441.10 രൂപയായിരിക്കും. മാലയുടെ ആകെ വില 78,670 രൂപ 66 പൈസ പ്ലസ് 4,441 രൂപ 10 പൈസ സമം 83,111.76 രൂപയായിരിക്കും. ഇതിന് 3% GST ഈടാക്കും. ഇത് 2,493.35 രൂപയായിരിക്കും. അന്തിമ ബില്ലിംഗ് തുക 83,111 രൂപ 76 പൈസ പ്ലസ് 2,493 രൂപ 35 പൈസ പ്ലസ് 45 രൂപ ഹാൾമാർക്കിംഗ് ചാർജുകൾക്ക് സമം 85,650 രൂപയായിരിക്കും. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആഭരണങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന കല്ല്. വജ്രമോ മറ്റ് രത്നക്കല്ലുകളോ ഘടിപ്പിച്ച സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും കല്ലിന്റെയും വില വെവ്വേറെ തൂക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കണം. കാരണം അതേ ആഭരണം വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ ആഗ്രഹിക്കുമ്പോൾ സ്വർണത്തിന്റെ മൂല്യം മാത്രമേ പരിഗണിക്കൂ. സ്വർണത്തിന്റെ ഭാരം കണക്കാക്കുന്നതിന് ആഭരണത്തിന്റെ ആകെ ഭാരത്തതിൽ നിന്ന് കല്ലിന്റെ ഭാരം കുറയ്ക്കും. ആഭരണത്തിന്റെ ബില്ല്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഉപഭോക്താക്കളോട് ആഭരണ വ്യാപാരിയിൽ നിന്ന് ഹാൾമാർക്ക് ചെയ്ത സ്വർണ്ണാഭരണങ്ങളുടെ ആധികാരിക ബില്ലുകളും ഇൻവോയ്സുകളും ചോദിച്ചു വാങ്ങണം എന്ന് ആവശ്യപ്പെടാറുണ്ട്. ഹാൾമാർക്ക് ചെയ്ത വസ്തുവിന്റെ യഥാർത്ഥ ബില്ലുകൾ, ഇൻവോയ്സുകൾ ചില്ലറ വ്യാപാരിയിൽ നിന്ന് ആഭരണ